സിനിമ കൊള്ളൂല, എന്നെ കരയിച്ച് കളഞ്ഞു. ഇങ്ങനെ പറയുമോ? അപ്പോൾ സിനിമയിൽ എന്ത് വേണം? ഈ രണ്ട് തരത്തിലുള്ള രംഗങ്ങൾ ഉണ്ടാവണം, എങ്കിലേ സിനിമ ആസ്വദിച്ചെടുക്കണമെന്നുള്ളതാണ്. അതുപോലെ ജീവിതം എന്ന നാടകവും നമുക്ക് രസിക്കണമെന്നുണ്ടെങ്കിൽ, പൂർണ്ണമായ അർത്ഥത്തിൽ രസിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് വേണം? പ്ലഷേഴ്സ് ആൻഡ് പെയിൻസ് രണ്ടും വേണം. പക്ഷേ പ്ലഷേഴ്സിനെ നമ്മൾ ഗണിക്കുകയും പെയിൻസിനെ മാത്രം എടുത്ത് എപ്പോഴും കണ്ടിൽ കാണിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ ഒരു മാനസികമായ രോഗമാണ്. നമുക്കിങ്ങനെ ഒരു രോഗമുണ്ട്. അത് മാറണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഞാൻ എന്നെ അറിയുകയും എന്നിലുള്ള സത്യം തന്നെയാണ് ലോകത്തിൽ സത്യമായിരിക്കുന്നത് എന്നും അറിയുന്നു. ആ ലോകത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം, കരയിക്കുന്നതും ജനിപ്പിക്കുന്നതുമായ രംഗങ്ങളെല്ലാം മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു എന്നും. വെറുതെ ഇരിക്കില്ലല്ലോ, സത്യം വെറുതെ ഇരിക്കുമോ? പുതിയ പുതിയ ആഭരണം വെറുതെ ഇരിക്കുമോ? ആഭരണം സ്വയം ആത്മാവില്ല, പണിക്കാരെ തന്നെ മാറ്റിയെടുക്കണം. എന്നാലും അത് മാറ്റങ്ങൾക്ക് വിധേയമല്ലേ, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ജീവിതവും ഇങ്ങനെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളോട് കൂടിയതാണെന്ന് അറിഞ്ഞു. അതെല്ലാം ജീവിതത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എന്നറിഞ്ഞു. അതിൽ രസിക്കണം. അത് അപ്പോൾ നാടകം മുഖ്യവും എന്നാണ് ഗുരുവിൻ്റെ വാക്ക്, ഗുരുവിൻ്റെ വാക്ക്. ഇതിനെ മുഴുവൻ ഒരു നാടകമായിട്ട്, ജീവിത നാടകമായിട്ട് കാണുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ജീവിതത്തിൻ്റെ ആനന്ദം കണ്ടെത്തേണ്ടത്. ഏതിലാണ്? സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ ഒരറിവിൽ നടക്കുന്ന അനാദിയായ കളിയുടെ ഭാഗമാണത്, കളിയിലെ രംഗങ്ങളാണത് എന്ന് കണ്ട് ആ കളിയെ രസിക്കണം. അപ്പോഴാണ് ജീവിതം കൊള്ളാമല്ലോ ഈ ജീവിതം, ഒരു ദുഃഖവും. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചപ്പോഴാണ് ഞാൻ എന്നെ തന്നെ അറിഞ്ഞപ്പോഴാണ്, അല്ലേ? ഞാൻ എന്നെ തന്നെ അറിയുന്നതിൻ്റെ മറ്റുള്ള വശങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്നെ തന്നെ അറിയുമ്പോൾ ആ അറിവിന് കൊടുത്തിരിക്കുന്ന പേരെന്താണെന്നറിയാമോ? അതാണ്. അപ്പോൾ അറിവ് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് ഈ രണ്ട് വശങ്ങളെ ഒന്നായി രക്ഷിക്കുമ്പോഴാണ്. അത് തന്നെയാണ് വേദാന്ത രഹസ്യം. വേദാന്ത രഹസ്യം എന്ന് പറഞ്ഞാൽ വേദമെന്ന വാക്കിന് നല്ല വേദങ്ങൾ അറിയാം. പക്ഷേ വേദം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിവ് എന്നാണ്. അറിവ് അന്തമെന്ന് വെച്ചാൽ അവസ്ഥാനം, അല്ലേ? അപ്പോൾ സാധാരണഗതിയിൽ ലോകവിജ്ഞാനം എന്ന് പറഞ്ഞാൽ അതാണ് അറിവിൻ്റെ ലോകം എന്ന് കരുതുകയാണെങ്കിൽ അതിന് അവസാനമുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്നാൽ ഇതെല്ലാം ഒരറിവിൽ നടക്കുന്ന ഒരു കളിയാണ് എന്ന് കാണുമ്പോൾ ഇവരെ നമ്മൾ അറിഞ്ഞതും അറിഞ്ഞിട്ടില്ലാത്തതും ഒക്കെയായ സകലതും അറിവിൽ നടക്കുന്ന ഒരു കളിയാണ് എന്നറിഞ്ഞാൽ അന്തമായില്ലേ? അവസാനമായില്ലേ? അപ്പോൾ അത് വേദാന്തം, അറിവിൻ്റെ അവസാനമാണ്. അപ്പോൾ അങ്ങനെയൊരു അറിവാണ് എന്ത് മനുഷ്യന് അറിവിൻ്റെ പൂർണ്ണതയിലെത്തിക്കുന്നത്. അവിടെയാണ് ജീവിതത്തിലെ സുഖങ്ങളെല്ലാം അറ്റുപോകുന്നത്. എല്ലാ ഉപനിഷത്തുകളും അതിൻ്റെ പ്രയോജനത്തെപ്പറ്റി പറയുമ്പോൾ ഈ ഓരോരുത്തരും അവരവരെ അറിയുന്ന
അറിവിന് കൊടുത്തിരിക്കുന്ന പേരാണ് ആത്മജ്ഞാനം. എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആത്മാവ് എന്നത് ഞാൻ എന്നും അർത്ഥം. രണ്ടർത്ഥങ്ങൾ പ്രധാനമായിട്ട് വരും. മറ്റേ അർത്ഥം എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന സത്യം. പ്രപഞ്ചത്തിലുള്ള സകലത നിറഞ്ഞിരിക്കുന്നതായ സത്യത്തെ എന്തു പറയും? ആത്മാവ് എന്ന് വിളിക്കും. ഏതർത്ഥത്തിൽ? കേട്ടുകൊണ്ടിരുന്നാൽ പിന്നെ ക്ലാസ് എടുക്കാൻ പറ്റില്ല. ആത്മാവ് എന്ന വാക്കിനർത്ഥം ആതതമായിരിക്കുന്നത്. ആപ്നോതി ഇതി ആത്മാ. അതിൻ്റെ നിഷ്പത്തി എന്നൊക്കെ പറഞ്ഞാൽ അറിഞ്ഞൂടെ? എറ്റിമോളജിക്കൽ ഡെറിവേഷൻ. ഇംഗ്ലീഷിൽ എറ്റിമോളജിക്കൽ ഡെറിവേഷൻ എന്ന് പറയുന്നത് സംസ്കൃതത്തിലുള്ളത് നിഷ്പത്തി എന്നാണ്. ആ വാക്കുണ്ടായത് ഏത് റൂട്ടിൽ നിന്ന്? ധാതുവിൽ നിന്ന്. ആം എന്ന ധാതുവിൽ നിന്ന് ഉണ്ടായി. ആ ധാതുവിന് എന്തർത്ഥം? വ്യാപിച്ച് നിറഞ്ഞിരിക്കുക. ആഭരണം എന്ന വസ്തുവിൽ വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്ന സത്യം എന്താണ്? സ്വർണം. അപ്പൊ അതിലെ ആത്മാവ് സ്വർണമാണ്. അതിലെ ശരീരം എന്താണ്? ആഭരണ രൂപം അതിലെ ശരീരം. അതിനകത്ത് നിറഞ്ഞിരിക്കുന്ന സത്യം ആത്മാവ്, ആയിരിക്കുന്നത് സ്വർണം. അതുപോലെ നമ്മിലും പ്രപഞ്ചത്തിലും മുഴുവൻ നിറഞ്ഞിരിക്കുന്നതായ ഒറ്റ സത്യമാണ് ആത്മാവ്. അതിൻ്റെ എസൻഷ്യൽ കണ്ടന്റ് എന്താണ്? അറിവ്. നേരത്തെ കണ്ടില്ലേ? അറിവാണ് അതിന് അന്തസ്സാരമായിരിക്കുന്നത്. അത് അറിഞ്ഞാൽ നമുക്കുള്ള പ്രയോജനം എന്ത്? പരമമായ ആനന്ദം. ജീവിതത്തെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അത് മോചിപ്പിക്കും. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് നമ്മളെ സ്വതന്ത്രരാക്കും. നിത്യതേ ഹൃദയഗ്രന്ഥി നിത്യന്തേ സർവസംശയ. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ ഒരുപാട് കുരുക്കുകൾ വന്നുപെടുന്നതായി നമുക്ക് അനുഭവപ്പെടും. ജീവിതത്തിലെ പ്രായോഗികമായ പ്രശ്നങ്ങളെല്ലാം നേരിടുമ്പോൾ ചിലപ്പോൾ ഒന്നിച്ച് നേരിടാൻ നിവൃത്തിയില്ലാത്ത ഇവിടെ ശബ്ദം പാട്ടുകാര നമ്മുടെ ഹൃദയത്തിന് താങ്ങി നിർത്താനാകാത്ത തരത്തിലുള്ള കുരുക്കുകൾ വന്നുപെടും. അപ്പോൾ ഇവർക്കൊന്ന് ടോയ്ലറ്റിലൊക്കെ പോകാനുള്ള സമയം സൗകര്യം കൊടുത്തില്ല. സമയത്തിലായി 1:09 ഇവിടെ നിർത്താണ്ട് ഈ പോയിന്റ് നിർത്താം. എന്താണ്? പലതരത്തിലുള്ള കുരുക്കുകൾ അവർ വന്ന് പെട്ടിരിക്കുന്നതായിട്ട് ആ കുരുക്കുകളെയാണ് ഹൃദയഗ്രന്ഥി എന്നുള്ള പറയുന്നത്. കുരുക്കുകളൊക്കെ ഒന്നൊന്നായിട്ട് അഴിച്ചെടുക്കാൻ നോക്കിയാൽ അറിയില്ല. ചില കുരുക്കൾ അങ്ങനെയാണ്. അറിയൂടെ? നൂറിൻ്റെ ചില കുരുക്കുകൾ വന്നാൽ വീടെടുത്ത് അടച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ നല്ല കത്തിക്കൽ ഇട്ടുകൊടുത്താൽ എല്ലാ കുരുക്കും അഴിയുന്നു. അതുപോലെ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന എല്ലാ കുരുക്കുകളെയും ഒറ്റ വെട്ടിന് അഴിച്ചു കളയുന്ന അറിവാണ്. വിദ്യതേ ഹൃദയത്തിൽ വിദ്യന്റെ സർവസംശയ. നമുക്ക് ജീവിതത്തെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചും ഒക്കെ ഉണ്ടായിരുന്ന എല്ലാ സംശയങ്ങളെയും ഒറ്റ വെട്ടിന് എത്തിച്ചു കളയുന്ന ഒരു അറിവാണ്. ആ അറിവാണ്